ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ബ്രോത്ത് എന്നൊക്കെ പറയുന്നത് ചിക്കൻ സ്റ്റോക്ക് ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ ചിക്കൻ്റെ എല്ലും കുറച്ച് ഇറച്ചിയെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ബ്രോത്ത് ഉണ്ടാക്കുന്നത് ഈ സൂപ്പിനും മറ്റ് ചില ഡിഷസിനൊക്കെ വേണ്ടിയിട്ടാണ്, മെയിൻലി സൂപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ നോർമലി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം പിടിക്കും, ഗ്യാസ് ഒരുപാട് ചിലവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ല, ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് കുറച്ച് ഉപ്പ് പ്രശ്നം വന്നു എന്നുള്ളതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു ഒരു ബോക്സ് കിട്ടും. ഈ ബോക്സിൽ ഇതുപോലത്തെ 2 ചെറിയ സ്റ്റോക്കിൻ്റെ ക്യൂബാണ് ഉണ്ടാവാറ്. ഇതിന് ഏകദേശം ഒരു 40 റുപ്പീസാണ് ഇതിന് ഒരു ബോക്സിന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കാണാം നമുക്ക് ഇതെനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ചിക്കൻ ബ്രോത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വെള്ളം വറ്റിച്ചെടുക്കുന്ന ഒരു മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഗിക്ക് പൊതുവേ നമ്മൾക്ക് മാഗീൻ്റെ ടേസ്റ്റ് പൊതുവേ ഇഷ്ടമുള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കണം. ആ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് ചിക്കൻ ബ്രോത്താണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഞാൻ നോർമലി 1 കപ്പ് വെള്ളത്തിന് 1 ക്യൂബ് ഇട്ടാലാണ് അതിൻ്റെ നോർമൽ ഒരു നല്ല ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരിക. പിന്നെ സോൾട്ടിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെയും വെള്ളം ചേർക്കാം. അപ്പം ഞാനിപ്പോൾ 1 ക്യൂബ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1 ക്യൂബ് ഇതിലോട്ട് ഇടുവാണ്. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഇളക്കി കൊടുത്താൽ അതങ്ങനെ ആ ക്യൂബ് അങ്ങനെ ഡിസോൾവ് ആയിക്കോളും, അലിഞ്ഞ് ചേർന്നോളും. ഞാനിപ്പം 3 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ക്യൂബ് ഇപ്പോൾ ഇടുന്നു. 2 ക്യൂബ് ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 3ാമത്തെ ക്യൂബ് ഇടുന്നതാണ്. നോക്കട്ടെ, കണ്ടോ, ഇതിടുമ്പോൾ തന്നെ ആ സ്റ്റോക്ക് അലിഞ്ഞ് വരുന്നത് കാണാം. ഇപ്പോൾ ക്ലിയറായി. ഞാൻ ഇതെടുത്തത് എനിക്ക് വിസ്കിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ഈ കാര്യത്തിൽ. സ്പൂണിനേക്കാളും ഞാൻ കംഫർട്ടബിൾ വിസ്കിംഗ് ആണ്. ഓക്കെ, ചിക്കൻ ബ്രോത്ത് പോലെ തന്നെയായി വന്നു. കണ്ടോ, 2 മിനിറ്റ് തിളച്ചിട്ടേ ഉള്ളൂ. നൗ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഉപ്പെല്ലാം നിങ്ങളെ പാകത്തിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ വാങ്ങി വയ്ക്കാം. പിന്നെ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കണം. ചിക്കൻ ബ്രോത്ത് ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് ഞാൻ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചിക്കൻ ബ്രോത്താണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ ബ്രോത്തും യൂസ് ചെയ്യാം. നമ്മൾ നാട്ടിൽ ചിക്കൻ സ്റ്റോക്ക് എന്നാണ് ഇതിന് മെയിൻലി പറയുക. എനിക്ക് കുറച്ചും കൂടെ ചിക്കൻ്റെ ടേസ്റ്റ് വരണം. അതുകൊണ്ട് ഞാൻ 1 ക്യൂബും കൂടി ഇടുവാണ്. എനിക്ക് ഉപ്പ് വന്നിട്ടുണ്ട്. ഉപ്പ് എനിക്ക് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചിക്കൻ്റെ ടേസ്റ്റ് അത്ര വന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ 3 കപ്പിന്, അപ്പോൾ നോർമലായി എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ 3 കപ്പിന് 3 ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇത് 5 മിനിറ്റ് അത്രയേ ഉള്ളൂ നമുക്ക് ബ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് തിളപ്പിച്ചെടുത്താണ് ഞാൻ ബ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രോത്ത് ഏകദേശം റെഡിയില്ല, കുറച്ചുകൂടെ ഇളകാനുണ്ട്. ഞാൻ കുറച്ച് ഇത് ഹൈ ആക്കാണ്. ഞാൻ കറക്റ്റ് 3 കപ്സ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബ്രോത്ത് റെഡിയാക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇത്രയൊക്കെ തിളച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് മാഗി ക്യൂബ്സ് വെച്ചിട്ട് ചെയ്തതാണിപ്പോൾ. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഭക്ഷണത്തിന് ഡിഷസ് ഉണ്ടാക്കാനാണെങ്കിലോ സൂപ്പ് ഉണ്ടാക്കാൻ എന്തിനാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിത് കുടിക്കാനൊന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ഈ ചില ആൾക്കാർ ബ്രോത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കും. ഞാനിത് മാഗി വെച്ചുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കാൻ എടുക്കാറില്ല, ഞാൻ ഡിഷസിൽ യൂസ് ചെയ്യാറേ ഉള്ളൂ. കാരണം ഹൈ സോൾട്ട് കണ്ടൻറ്റ് ആണ്. ഞാൻ പൊതുവേ സോൾട്ട് കുറച്ച് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് എനിക്കിത് സോൾട്ട് ഭയങ്കര കൂടുതലായിട്ട്, ഉപ്പ് കൂടുതലായിട്ടാണ് എപ്പോഴും തോന്നാറ്. എല്ലാം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് എന്ത് വാങ്ങിക്കുമ്പോഴും അതിന് ഉപ്പ് കൂടുതലായിരിക്കും. അതതിൻ്റെ പ്രിസർവേറ്റീവ്സൊക്കെ വരുന്നത് കാരണമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ നമുക്കൊരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണിത്. കാരണം നമുക്ക് മറ്റ് വെസ്റ്റേൺ കൺട്രീസിലും യു കെയിലൊക്കെ ബ്രോത്ത് വാങ്ങിക്കാൻ കിട്ടും. അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പാല് മേടിക്കുന്ന പോലെയല്ല, നമ്മൾ സോസ് വിനിഗറൊക്കെ വാങ്ങിക്കുന്ന പോലെ ബ്രോത്ത് ബോട്ടിലായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകിൽ മാഗീൻ്റെ ചിക്കൻ ക്യൂബ്സ് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു രക്ഷ. വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ കുറേ ദിവസം സ്റ്റോർ ചെയ്യുന്നതാണ്. പക്ഷേ മാഗീൻ്റെത് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്യാറില്ല. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം കുറച്ച് സമയം, ഒരു 1 വീക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട്. കുറച്ച് കൂടുതൽ ഉപ്പൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ 1 വീക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ചിക്കൻ ബ്രോത്ത് യൂസിങ് മാഗി ചിക്കൻ ക്യൂബ്സ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത തന്നെ ഞാൻ എൻ്റെ നെക്സ്റ്റ് സൂപ്പിൻ്റെ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.